എല്ലാവർക്കും നമസ്കാരം. +2 ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററോട് സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. അപ്പം ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്, ആ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പോകാൻ സാധിക്കത്തുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ചാപ്റ്റർ കൺസെപ്റ്റ് ക്ലിയറായി എല്ലാം പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ, നിങ്ങൾ പൊട്ടൻഷ്യൽ എനർജി എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുള്ളതാണ്, 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് പൊട്ടൻഷ്യൽ എനർജി. ഒരു വസ്തുവിൻ്റെ പൊസിഷൻ കൊണ്ട് അവിടെ ഉണ്ടാകുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മളൊരു വസ്തുവിന്മേലേക്ക് ഒരു വർക്ക് ചെയ്യുമ്പോൾ എന്താണ് ആ വർക്ക് അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ നമ്മുടെ ചാർജസിൻ്റെ കേസിലാണെന്ന് മാത്രം. പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അപ്പോൾ ഇപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ നമ്മൾ പഠിക്കുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ കുറിച്ച് നിങ്ങൾ 10ാം ക്ലാസ്സിൽ ആദ്യത്തെ ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അത് തന്നെയാണ് നമ്മളിവിടെയും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതുപോലെ തന്നെ എന്താണ് ഈ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്തൊക്കെയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ചാർജസിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു, ഇലക്ട്രിക് ഫീൽഡും കാര്യങ്ങളൊക്കെ പഠിച്ചു. നമ്മൾ അങ്ങനെ ഒരു ചാർജസിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്ന് ചോദിച്ചാൽ ഒരു +q ചാർജിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഇവിടെ ഒരു +q ചാർജ് കൺസിഡർ ചെയ്തു. അപ്പോൾ അതിന് ചുറ്റും എന്തുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് അല്ലേ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡ് എല്ലാം ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പം ആ ഇലക്ട്രിക് ഫീൽഡിലുള്ള ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. സപ്പോസ് ഇതൊരു പോയിന്റ് എ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നത്, ഇലക്ട്രിക് ഫീൽഡുള്ള ഒരു പോയിന്റാണ് എ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ്. അതുപോലെ തന്നെ ആ എയിൽ ഞാനൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഞാൻ ഇവിടെ വെക്കുവാണ്. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് നമ്മൾ ഈ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പൊസിഷനിൽ ഞാൻ വെക്കുവാന്ന് വിചാരിച്ചു. അപ്പം നമുക്കറിയാം ഇത് പോസിറ്റീവ് ചാർജാണ്, ഇതും പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഫോഴ്സ് അവിടെ ഉണ്ടാകുന്നുണ്ടല്ലോ, നമ്മൾ പഠിച്ചാണല്ലോ. രണ്ട് ചാർജ് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവോ നെഗറ്റീവോ ഏത് തരത്തിലുള്ള ചാർജ് ആണെങ്കിലും എന്താണ് അവിടെ ഒരു ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട് അല്ലേ. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഉള്ളിലാണ് ഒരു പോയിന്റ് ഇരിക്കുന്നതെങ്കിൽ അവിടെ ഒരു ചാർജ്, ടെസ്റ്റ് യൂണിറ്റ് ചാർജ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ടെസ്റ്റ് യൂണിറ്റ് ചാർജ് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. ഇവിടെ പോസിറ്റീവ് ചാർജാണ്, ഇവിടെ ഞാനൊരു ടെസ്റ്റ് ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജാണ്. അങ്ങനെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്. ആ ഫോഴ്സ് എങ്ങനെയാണ്, ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾസീവ് ഫോഴ്സ് ആണ് അല്ലേ. പോസിറ്റീവും സെയിം ചാർജസ് ആയതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് റിപ്പൾസീവ് ഫോഴ്സ് ആണ്. ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ ഒരു ഡയറക്ഷനിലേക്കായിരിക്കും, റിപ്പൽഷനാണ് ഉണ്ടാകുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പോൾ അതേ ഇതിൽ തന്നെ ആയിരിക്കുമല്ലോ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും, അതേ രീതിയിൽ തന്നെ ഇലക്ട്രിക് ഫീൽഡോടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ എയിലാണ് ഞാനിവിടെ ഇരിക്കുന്നത്, ഈ ഒരു പോയിന്റ് ചാർജ് വെച്ചിരിക്കുന്നത്. ദെൻ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പോയിന്റ്, അതിൻ്റെ അടുത്തുള്ള വേറൊരു പോയിന്റ്, ഞാൻ ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്യണം. അപ്പം ഈ ബിയിലേക്ക് ഞാൻ ഈ യൂണിറ്റ് ചാർജിനെ കൊണ്ടുവരുവാണ്. മനസ്സിലാവുന്നുണ്ട്? ഈ എയിലാണ് ഇരുന്നത്. അപ്പം എന്താണ് അവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, റിപ്പൾസീവ് ഫോഴ്സ് ആണ്, അങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം ആ എയിൽ നിന്ന് ബി എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പോയിന്റിലേക്ക് ഞാൻ ചാർജിനെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം റിപ്പൾസീവ് ഫോഴ്സ് ആണ്, ഫോഴ്സ് അങ്ങോട്ടാണ് വരുന്നത്. പക്ഷേ ഇങ്ങോട്ട് നമ്മൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആ റിപ്പൾസീവ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ അവിടെ ഒരു വർക്ക് കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? നോർമലി പോരില്ല, നോർമലി അത് പോവില്ല. നെഗറ്റീവ് ചാർജ് ആണെന്നുണ്ടെങ്കിൽ നോർമലി പോകുന്നതിന്, പക്ഷേ റിപ്പൾസീവ് പോസിറ്റീവ് ചാർജ്, യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ ടെസ്റ്റ് ചാർജ് ആയതുകൊണ്ട് റിപ്പൾസീവ് ഫോഴ്സ് ആണ് അങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ചാർജിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, ഈ ബി എന്ന് പറഞ്ഞിരിക്കുന്ന പൊസിഷനിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു വർക്ക് ചെയ്യണം. മനസ്സിലാവുന്നല്ലോ പറഞ്ഞത്? അപ്പം ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, റിപ്പൾസീവ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ അവിടെ വർക്ക് ചെയ്യണം. ആ വർക്കിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. മനസ്സിലായല്ലോ? അപ്പം ഇവിടെ കൊടുക്കുന്ന ആ വർക്കിനെ നമുക്ക് WAB, എ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് ബിയിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ ആ വർക്കിന് നമുക്ക് WAB എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദെൻ ആ രണ്ട് പോയിന്റ് ഇടയിലുണ്ടെന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് എങ്ങനെ പറയാം, ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ, ഇല്ലേ, എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ മൂവിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് വിത്തൗട്ട് ആക്സിലേഷൻ, ഇല്ലേ. ആക്സിലേഷൻ നമുക്കറിയാം അങ്ങോട്ടാണ് ഫോഴ്സ് ഉള്ളത്. അപ്പം വിത്തൗട്ട് ആക്സിലേഷൻ എഗെയിൻസ്റ്റ് ദ ഇലക്ട്രിക്കൽ ഫോഴ്സ്, അവിടുത്തെ ഇലക്ട്രിക്കൽ ഫോഴ്സ് അങ്ങോട്ടാണ് അല്ലേ. ഇലക്ട്രിക് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് എന്താണ് ഇങ്ങോട്ട് മൂവ് ചെയ്യണം. അതിനുവേണ്ടി കൊടുക്കുന്ന വർക്ക്, ആ വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിരിക്കുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ക്ലിയർ ആയല്ലോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ എന്താണ്, ദ വർക്ക് ഡൺ ടു മൂവിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ വിത്തൗട്ട് ആക്സിലേഷൻ എഗെയിൻസ്റ്റ് ഇലക്ട്രിക്കൽ ഫോഴ്സ്, ദാറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്.
മനസ്സിലായല്ലോ. അപ്പം ഈ എയിലുണ്ടാകുന്ന പൊട്ടൻഷ്യലിനെ നമുക്ക് വി എ എന്ന് കൊടുക്കാം, അപ്പോൾ ബിയിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ നമുക്ക് വി ബി എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെ എഴുതാം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ആണെന്ന് പറഞ്ഞാൽ, അതായത് വർക്ക് ഡൺ ഡബ്ല്യു എ ബി എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? വി ബി മൈനസ് വി എന്ന് എഴുതാമല്ലോ. അതായത് പൊട്ടൻഷ്യൽ ബിയിലാണ്, പൊട്ടൻഷ്യലിലെ ബി മൈനസ് പൊട്ടൻഷ്യൽ എ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞത്. വർക്ക് ഡൺ എ ബി ഈസ് ഈക്വൽ ടു എയിൽ നിന്നും ബിയിലേക്ക് ഉണ്ടാകുന്ന വർക്ക് ഡൺ ദാറ്റ് ഈസ് ഈക്വൽ ടു വി ബി മൈനസ് വി എ. ക്ലിയർ ആയല്ലോ. അതുപോലെ തന്നെ ഈ ഡബ്ല്യു എ ബിയുടെ വാല്യൂ എന്ന് വെച്ചാൽ 0 ആവാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം കേട്ടോ. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ എന്താണ് പൊട്ടൻഷ്യൽ അറ്റ് ബിയിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഗ്രേറ്റർ ആണോ ലെസ് ആണോ അല്ലെങ്കിൽ ഈക്വൽ ആണോ അതനുസരിച്ചിട്ട് ഈ വർക്ക് ഡൺ ഡബ്ല്യു എ ബിയുടെ വാല്യൂ പോസിറ്റീവോ നെഗറ്റീവോ അല്ലെങ്കിൽ 0 ഒക്കെ ആവാം. മനസ്സിലാവുന്നുള്ളൂ. അപ്പം ദാറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ദാറ്റ് ഈസ് ദി യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് എന്നാണ് വോൾട്ട് ആണ് കേട്ടോ. അതൊക്കെ ഓർത്തിരിക്കുക. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് വോൾട്ട് ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നോക്കാം എന്താണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ കണ്ടു ഈ ചാർജ് ഉണ്ട്, ഒരു പോസിറ്റീവ് ചാർജ് ഇരിക്കുന്നു. അപ്പോൾ പോസിറ്റീവ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിലാണ് നമ്മൾ ഈ എ എന്ന് പറയുന്ന പോയിന്റ് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ഈ എ എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഈ ചാർജിൽ നിന്നും ഒരുപാട് മാറിയാണ്. സപ്പോസ് നമ്മൾ ഇൻഫിനിറ്റിയിലാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ എ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് ഇൻഫിനിറ്റിയിലാണെന്ന് വിചാരിച്ചു. ഇൻഫിനിറ്റിയിലാണ് ആ പോയിന്റ് എങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എങ്ങനെയായിരിക്കും? ഇൻഫിനിറ്റിയുടെ പൊട്ടൻഷ്യൽ എങ്ങനെയായിരിക്കും? അത് വി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? 0 എന്ന് അറിയാമല്ലോ. ഇൻഫിനിറ്റിയിലാകുമ്പോൾ അവിടുത്തെ പൊട്ടൻഷ്യൽ നമ്മൾ 0 ആയിട്ട് കൺസിഡർ ചെയ്യുവാണ്. മനസ്സിലാവുന്നു. അങ്ങനെ ആവുകയാണെങ്കിൽ ഈ വർക്ക് ഡൺ എങ്ങനെ വരും? ഡബ്ല്യു എ ബി ഈസ് ഈക്വൽ ടു വി ബി മാത്രമേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ട്. അതായത് ഇൻഫിനിറ്റിയിലാണ് ഒരു ടെസ്റ്റ് യൂണിറ്റ് ചാർജ് ഇരിക്കുന്നതെങ്കിൽ, ടെസ്റ്റ് പോസിറ്റീവ് ചാർജ് ഇരിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് ഈ വി ബിയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിനു വേണ്ടി അല്ലെങ്കിൽ അതിനെ നമുക്ക് ഈ ബി എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പോയിന്റിലേക്ക് കൊണ്ടുവരണം. മനസ്സിലാവുന്നുള്ള പറഞ്ഞത്. അപ്പം നമ്മൾ ആദ്യമേ കൺസിഡർ ചെയ്ത് എ എന്ന് പറയുന്ന ഈ ഇലക്ട്രിക് ഫീൽഡിനുള്ളിലുള്ള ഒരു പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്തു. ദെൻ ആ എ എന്ന് പറഞ്ഞിരിക്കുന്ന ആ പോയിന്റ് നമ്മൾ ഇൻഫിനിറ്റിയിലാണെന്ന് കൺസിഡർ ചെയ്യുവാണ്. അപ്പം ഇൻഫിനിറ്റിയിൽ നിന്നും നമ്മൾ ഈ ബി എന്ന് പറയുന്ന ഈ പോയിന്റിലേക്ക് ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മളവിടെ വർക്ക് ചെയ്യണം. മനസ്സിലാവുന്നുള്ളൂ. അപ്പം ആ വർക്കിനെയാണ് നമ്മൾ പറയുന്നത് ദാറ്റ് ഈസ് എ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വർക്ക് ഡൺ ഇൻ മൂവിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്, ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്സ് എഗെയിൻസ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണല്ലേ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അങ്ങോട്ടാണ്. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്നും ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു വർക്ക് ചെയ്യണം. ആ വർക്കാണ് ഡബ്ല്യു എ ബി എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാകുന്നില്ല? അപ്പം ദാറ്റ് ഈസ് നോൺ ആസ് ദാറ്റ് വർക്ക് ഡൺ ഈസ് നോൺ ആസ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് ഡിഫൈൻഡ് ആസ് ദ വർക്ക് ഡൺ ഇൻ മൂവിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് വിത്തൗട്ട് ആക്സിലറേഷൻ എഗെയിൻസ്റ്റ് ഇലക്ട്രിക്കൽ ഫോഴ്സ്. അവിടുത്തെ ഇലക്ട്രിക്കൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്നും ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് കൊണ്ടുവരണം, യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരണം. അപ്പോൾ അതിനുവേണ്ടി എടുക്കുന്ന വർക്ക് ഡൺ അല്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. മനസ്സിലാകും? അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ വി വെച്ചിട്ടാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ആ വർക്ക് ഡൺ അവിടെ സ്റ്റോർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ്, പൊട്ടൻഷ്യൽ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന വി വെച്ചിട്ടാണ്. വി ഈസ് a വർക്ക് ഡൺ പെർ യൂണിറ്റ് ചാർജ് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ എന്ന് എഴുതാം. മനസ്സിലായല്ലോ? അപ്പം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് ഡിഫൈൻഡ് ആസ് എ വർക്ക് ഡൺ ഇൻ മൂവിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് without acceleration against electrical forces. That is electric potential V is equal to W divided by Q. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇക്വേഷൻ. വി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ. ഓർത്തിരിക്കുക കേട്ടോ. വർക്ക് ഡൺ പെർ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. അതൊക്കെ ഓർത്തിരിക്കണം. സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചപ്പോൾ അത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. അതൊക്കെ ഓർത്തിരുന്നാണ്. ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് പൊട്ടൻഷ്യലും. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. വാട്ട്സ് ദി യൂണിറ്റ് ഓഫ് ദിസ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ? വർക്കിൻ്റെ യൂണിറ്റ് നമുക്കറിയാം ജൂൾ ആണ് അല്ലേ. വർക്കിൻ്റെ യൂണിറ്റ് ജൂൾ ആണ്. ചാർജിൻ്റെ യൂണിറ്റ് കൂളം ആണ്. അപ്പം നമുക്ക് എഴുതാം ജൂൾ പെർ കൂളം എന്ന് എഴുതാം. ജൂൾ പെർ കൂളം. പക്ഷേ അതിനേക്കാൾ നിങ്ങൾ കൂടുതലായിട്ട് പരിചയമുള്ള യൂണിറ്റ് ഏതാണ്? വോൾട്ട് അല്ലേ. വോൾട്ട് ആണ് ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ്. ജൂൾ പെർ കൂളം എന്ന് പറയും, അത് തന്നെ ശരിയാണ്. അപ്പോൾ തന്നെ വോൾട്ട് ദാറ്റ് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. പ്രത്യേകം ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതുപോലെ തന്നെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് നോക്കാം ഈ ഇലക്ട്രിക് ഫീൽഡും അതുപോലെ ഇലക്ട്രിക് പൊട്ടൻഷ്യലും തമ്മിൽ റിലേഷൻ ഉണ്ട്. നമുക്കറിയാം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. വി വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഈ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അപ്പോൾ ആ റിലേഷൻ എന്താ നമുക്ക് നോക്കാം.
അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു പോസിറ്റീവ് ചാർജ് കൺസിഡർ ചെയ്ത് ഒരു പോസിറ്റീവ് ചാർജാണ്. ഈ പോസിറ്റീവ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ 2 പോയിന്റുകൾ കൺസിഡർ ചെയ്യുവാണ്. സപ്പോസ് ഇതൊരു എ എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റ്, അതിനോട് തൊട്ട് ചേർന്ന് തന്നെ അധികം ഡിസ്റ്റൻസ് ഒന്നും ഇല്ലാതെ തൊട്ട് ചേർന്ന് തന്നെ ബി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റും ഉണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സ്മോൾ സെപ്പറേഷനാണ്. അതിനെ ഞാൻ ഡി ആർ എന്ന് കൺസിഡർ ചെയ്യുവാണ്. മനസ്സിലായല്ലോ? അപ്പം എയിൽ നമ്മളൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ബിയിലേക്ക് കൊണ്ടുവരണം. ബിയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വർക്ക് നടക്കണമല്ലോ. അപ്പോൾ അവിടെ ഒരു ചെറിയ ഇതായതുകൊണ്ട്, ചെറിയ ഈ പോയിന്റുകൾ തമ്മിൽ അടുത്തടുത്തായതുകൊണ്ട് അവിടുത്തെ ചെറിയ വർക്കിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം ആ ചെറിയ വർക്കിനെ നമുക്ക് DW ആയിട്ട് കൺസിഡർ ചെയ്യാം. സ്മോൾ വർക്കാണ് നടക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ എയിൽ നിന്നും ബിയിലേക്ക് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വർക്ക് നടക്കണം. ആ വർക്കാണല്ലോ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചതാണല്ലോ, ആ വർക്കാണ് അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? സ്മോൾ ആയതുകൊണ്ട് നമുക്ക് DV എന്ന് തന്നെ എഴുതാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് DV ആണ്. അപ്പം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ DV ആണ്. അതായത് ദ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം A to B, അതാണ് ഈ DV എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്കറിയാം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇക്വേഷൻ നമ്മൾ കണ്ടായിരുന്നു. എന്താണ്? V = W/Q എന്നാണ് നമ്മൾ കണ്ടത്. അപ്പോൾ സ്മോൾ പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് നമുക്ക് എഴുതാം dW/Q എന്ന് നമുക്ക് എഴുതാം. മനസ്സിലായല്ലോ? ഇനി നമുക്കറിയാം വർക്കിൻ്റെ ഇക്വേഷൻ W = ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വർക്കിൻ്റെ ഇക്വേഷൻ. ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചാണ്. F = ചാർജ് ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒക്കെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഈ ഒരു രീതിയിലാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫോഴ്സ് എന്ന് വെച്ചാൽ F = Q × E ആണ്. അങ്ങനെയാണ് ഇവിടുത്തെ സ്മോൾ വർക്ക് ഡൺ അല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുത്തെ DW എന്ന് എഴുതുക. DW = അവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞിരുന്നത് Q × E ആണ്. ദെൻ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് F × S ആണല്ലോ വർക്ക് എന്ന് പറഞ്ഞിരുന്നത്. അപ്പം ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് ഈ DR ആണല്ലോ. പക്ഷേ അതെങ്ങോട്ടാണ്? എയിൽ നിന്ന് ബിയിലേക്കല്ലേ വരണ്ടേ? എയിൽ നിന്ന് ബിയിലേക്ക് ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നെഗറ്റീവ് എന്ന് എഴുതാം, -DR എന്ന് എഴുതാം. മനസ്സിലായല്ലോ? അപ്പോൾ അവിടുത്തെ സ്മോൾ വർക്ക് ഡൺ കണ്ടു. അതായത് എയിൽ നിന്നും ബിയിലേക്ക് കൊണ്ടുവരാനുള്ള ആ സ്മോൾ വർക്ക് ഡൺ നമുക്ക് കിട്ടി. DW = QE × DR എന്ന്. അല്ല, അപ്പം അതാണല്ലോ ശരിക്കും പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ DWന് വരെ നമുക്ക് എന്ത് കൊടുക്കാം? QE - DR /Q എന്ന് കൊടുക്കാം. ഇവിടെ Q ഉണ്ട്, Qയും ക്യാൻസൽ ആയിപ്പോൾ. പിന്നെ മിച്ചം എന്തുണ്ട്? DV - E DR. മനസ്സിലാകുന്നില്ല? DV = -E × DR എന്ന് എഴുതാം. മനസ്സിലായല്ലോ? അപ്പോൾ സ്മോൾ ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറഞ്ഞിരുന്നത്. ഇനി ഇക്വേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണ്. അതായത് ഈയുടെ ടേംസിലേക്ക് നമുക്ക് വേണ്ടത് ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് പൊട്ടൻഷ്യലും തമ്മിൽ റിലേഷനല്ലേ വേണ്ട. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണ്. ആ ഈനെ അവിടെ നിർത്തി വെച്ച് ഈ -DR ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അതായത് -DV/DR = E എന്ന് എഴുതാം. ഓർ E = ഇലക്ട്രിക് ഫീൽഡ് E = -dV/dr കേട്ടോ. ഇലക്ട്രിക് ഫീൽഡ് E = -dV/dr നമുക്ക് എഴുതാം. അപ്പോൾ നോക്കാം, ഇവിടുത്തെ ഈ dV/dr എന്ന് പറഞ്ഞിരിക്കുന്നത്, അതായത് ഇതിനെ പറഞ്ഞ പേരാണ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്ന് പറയും കേട്ടോ. പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്ന് പറയും. dV/dr എന്ന് പറഞ്ഞിരിക്കുന്നത് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ dV/dr എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് ആണെന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ വിത്ത് ഡിസ്റ്റൻസ്. DR എന്ന് വെച്ചാൽ ഇവിടുത്തെ ഡിസ്റ്റൻസ് അല്ല. അപ്പോൾ ആ ഡിസ്റ്റൻസിനനുസരിച്ചിട്ട് ആ പൊട്ടൻഷ്യൽ അവിടെ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. മനസ്സിലായി? അതാണ് ഈ പൊട്ടൻഷ്യൽ d/dr ഓഫ് V അല്ലെങ്കിൽ dV/dr ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഇതാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇതിനെ നമ്മൾ പറയുന്ന പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്ന് പറയും. നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ്, എങ്ങനെ പറയാം? പൊട്ടൻഷ്യൽ എന്ന് പറയാം. ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ദെൻ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഒരു പോയിന്റ് ചാർജ് ഉണ്ടല്ലോ, ഒരു പോയിന്റ് ചാർജ് മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ നമ്മളൊരു പോസിറ്റീവ് ചാർജ് കൺസിഡർ ചെയ്തു. ദെൻ നമുക്കറിയാം, നമുക്ക് നേരത്തെ കണ്ടതുപോലെ തന്നെ എയിൽ നിന്ന് ഇവിടെ ഒരു എ എന്ന് പറഞ്ഞൊരു സ്മോൾ പോയിന്റ്, ഇവിടെ ഒരു ബി എന്ന് പറഞ്ഞ സ്മോൾ പോയിന്റ്, അതിൻ്റെ ഡിസ്റ്റൻസ് DR ആവുകയാണെന്നുണ്ടെങ്കിൽ ദെൻ എയിൽ നിന്നും ബിയിലേക്ക് ആ ഒരു യൂണിറ്റ് ചാർജിനെ മൂവ് ചെയ്യാൻ വേണ്ടിയുള്ള പൊട്ടൻഷ്യൽ അതിനെ നമ്മൾ കണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അവിടുത്തെ വർക്ക് ഡൺ അല്ല, പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വർക്ക് ഡണ്ണിനെ നമ്മൾ കണ്ടായിരുന്നു. DW ഈസ് ഈക്വൽ ടു മൈനസ് EDR നമ്മൾ കണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ കണ്ടതാണ്. അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ, ആ പൊട്ടൻഷ്യൽ തന്നെയാണല്ലോ അവിടുത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ DW അല്ലെങ്കിൽ DV ഈസ് ഈക്വൽ ടു മൈനസ് EDR നമ്മൾ കണ്ടായിരുന്നു. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, ഒരു ഇൻഫിനിറ്റിയിലാണ് ആ ടെസ്റ്റ് ചാർജ് ഇരിക്കുന്നതെങ്കിൽ, ആ യൂണിറ്റ് ചാർജ് ഇൻഫിനിറ്റിയിലാണ് ഇരിക്കുന്നതെങ്കിൽ, അപ്പം അവിടെ നമ്മൾ ആ ഇൻഫിനിറ്റി ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നത്, P എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്. ആ P എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ഈ ചാർജിൽ നിന്നും ആ ഡിസ്റ്റൻസിലാണെന്ന് വിചാരിച്ചു. ആ ഡിസ്റ്റൻസിലാണ് P ഇരിക്കുന്നതെങ്കിൽ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും Pയിലേക്ക് മൂവ് ചെയ്യണം. മനസ്സിലായി? ഇപ്പോൾ ഇത്രയും സ്മോൾ ഇത് ഡിസ്റ്റൻസ് ആയത് എയിൽ നിന്നും ബി എന്ന് പറയുന്നത് സ്മോൾ സെപ്പറേഷനാണ്. അവിടുന്ന് മൂവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന വർക്ക് എന്ന് വെച്ചാൽ DW ഈസ് ഈക്വൽ ടു മൈനസ് E/DR ആണെന്ന് പറഞ്ഞു. അപ്പം ഇൻഫിനിറ്റിയിൽ നിന്നും Pയിലേക്കാണ് നമുക്കൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ മൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇക്വേഷൻ അതിൻ്റെ എങ്ങനെയാണ്, അപ്പോൾ അങ്ങനെ മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ എടുക്കുന്ന വർക്ക് ഡൺ ആണ് നമുക്കവിടെ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇൻഫിനിറ്റിയിൽ നിന്നാകുമ്പം നമുക്കറിയാം, നമുക്ക് ഇൻഫിനിറ്റി തൊട്ട് 6 വരെ ഉണ്ടാകുന്ന അത്രയും ഭാഗത്തെ, ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ചെറിയ ഇതേ ഉള്ളൂ. അപ്പം ഇൻഫിനിറ്റി തൊട്ട് 6 വരെ എന്നുള്ള ചെറിയ ചെറിയ പോർഷൻ എല്ലാം കൂടെ നമുക്ക് ഓരോ ഇപ്പം DW എന്ന് പറയുന്നത് സ്മോൾ സെക്ഷൻ്റെ ഇങ്ങനെ കിട്ടി, അടുത്തൊരു സ്മോൾ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ അടുത്ത DW അല്ലെങ്കിൽ DW1, 2 അങ്ങനെയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ P വരെ ഉണ്ടാകുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ അതിന് പകരമായിട്ട് ഇൻഫിനിറ്റിയിൽ നിന്ന് നമ്മൾ Pയിലേക്ക് ആ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ മൂവ് ചെയ്യണമെങ്കിൽ അവിടുത്തെ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ എല്ലാം കൂടെ കൂട്ടി ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പം അതിന് മുന്നേ നമുക്കറിയാം, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജ്, ഒരു പോയിന്റ് ചാർജിന് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ. E ഈസ് ഈക്വൽ ടു എന്നാണ് 1/4πε0 Q ഡിവൈഡ് ബൈ അവിടുത്തെ ഡിസ്റ്റൻസ് R ആയതുകൊണ്ട് നമുക്ക് R² എഴുതാം. അത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. DW ഈസ് ഈക്വൽ ടു, അപ്പം ഇക്ക് പകരം നമ്മൾക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും, മൈനസ് 1/4πε0 Q ഡിവൈഡ് ബൈ R² ഇൻറ്റു DR നമുക്ക് എഴുതാം. ക്ലിയർ ആയല്ലോ? ഇനി ഞാൻ പറഞ്ഞത് എന്താണ്, ഇൻഫിനിറ്റിയിൽ നിന്നും Pയിലേക്കാണ് മൂവ് ചെയ്യുന്നത്. യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും Pയിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ, ഇപ്പോൾ ഓരോ ചെറിയ ചെറിയ വർക്ക് ഡൺ എല്ലാം കൂടെ സമ്മപ്പ് ചെയ്ത് നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ കാണും. അപ്പോൾ എന്ത് ചെയ്യണം, ഇൻ്റഗ്രേറ്റ് ചെയ്യണം. പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം, അതായത് എവിടെ നിന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യണം, ഇൻഫിനിറ്റിയിൽ നിന്നും 6 വരെ അല്ലേ, ഇൻഫിനിറ്റിയിൽ നിന്നും 6 വരെ നമുക്ക് ഓരോരോ കേസും എടുക്കണം. ക്ലിയർ ആണല്ലോ? അപ്പം DW നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ വർക്ക് ഡൺ, ടോട്ടൽ വർക്ക് ഡൺ കിട്ടും. ടോട്ടൽ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫോർ ടോട്ടൽ വർക്ക് ഡൺ W ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് കോൺസ്റ്റൻറ്റ് വാല്യൂ എല്ലാം നമുക്ക് വെളിയിലേക്ക് എടുക്കാം. അതായത് -1/4πε0 Q ഇത്രയും കോൺസ്റ്റൻ്റ് ആണ്, അത് നമ്മൾ വെളിയിലേക്ക് എടുത്തു. പിന്നെ ബാക്കി ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഇൻഫിനിറ്റി ടു R 1/R അല്ലേ, 1/R ഇൻറ്റു DR, 1/R² കേട്ടോ, 1/R² ഇൻറ്റു DR. അപ്പോൾ ഇത്രയും ഉണ്ടല്ലോ, അതാണ് നമുക്കവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇനി ഇത് ഇൻ്റഗ്രേഷൻ ഒരു പാർട്ടാണ്. ഇൻ്റഗ്രേഷൻ കണ്ടുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഇപ്പോൾ ഈ സെക്കൻഡ് ഇയറിൽ നിങ്ങൾ മാത്സിൽ ഇൻ്റഗ്രേഷൻ നല്ലോണം പഠിക്കും, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കും. അപ്പോൾ അത് പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഇൻ്റഗ്രേഷൻ വളരെ ഈസി ആയിട്ട് തോന്നും. ഇപ്പോൾ ഇതൊന്ന് ജസ്റ്റ് അത്യാവശ്യ കാര്യങ്ങളൊന്നും ഓർത്ത് ഇതങ്ങ് പഠിച്ചു പോകും കേട്ടോ. അപ്പം ഈ ഇൻ്റഗ്രൽ ഓഫ് 1/R R² DR എന്നൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്. അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് റിസൾട്ടിൽ നിന്ന് ഇൻ്റഗ്രൽ ഓഫ് അപ്പം 1/x⁻n dx എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. അപ്പം ഈ x⁻n നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഡിനോമിനേറ്ററിൽ എടുക്കുന്നതിന് നമ്മൾ x⁻n എന്ന് എഴുതാം, -n dx നമുക്ക് എഴുതാം. അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. അതിൻ്റെ ഒരു വാല്യൂ ഉണ്ട്. സപ്പോസ് -n അല്ല +n ആണെന്ന് വിചാരിച്ചു, x⁻n dx ആണെന്നുണ്ടെങ്കിൽ അതിനൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x⁻n+1 ഡിവൈഡ് ബൈ n+1, ഇതാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിലുള്ള പ്രോബ്ലംസ് ചെയ്യാൻ സാധിക്കും. ഇത് നിങ്ങൾ മാത്സിൽ ഇത് എല്ലാം പഠിക്കാനുള്ളതാണ്. അത് ഇൻ്റഗ്രേഷൻ പഠിച്ചു കഴിയുമ്പോൾ ഇതൊന്നുമല്ല, വെറും ഈസി ആയിട്ട് തോന്നും. ഇപ്പം നിങ്ങൾ ഈ ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് എന്ന് ഓർത്തിരിക്കുക. x⁻n dx ഈസ് ഈക്വൽ ടു x⁻n+1 ഡിവൈഡ് ബൈ n+1. ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് x⁻n ആണ്, അതായത് r⁻−2 എന്ന് വരും. അപ്പോൾ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതുമെന്ന് നോക്കാം. ദാറ്റ് ഈസ് W ഈസ് ഈക്വൽ ടു -1/4πε0 Q ഇൻറ്റു
നോക്കുക ക്യൂവിൻ്റെ നമ്മൾ തന്നെ ഇൻ്റഗ്രൽ ഓഫ് ഇൻഫിനിറ്റി ടു ആർ റേസ് ടു 1/r² എന്നല്ല, അപ്പോൾ നമുക്ക് r⁻² എന്ന് എഴുതാം, r⁻² dr എന്ന് എഴുതാം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു -1/4πε0 ക്യൂ ഇൻറ്റു ഇതെന്ന് പറഞ്ഞാൽ r⁻², ഇത് അത് x⁻n എന്ന രീതിയിലാണ് കിടക്കുന്നത്. അപ്പം x⁻n+1 ആണ്. അപ്പോൾ നമുക്ക് എഴുതാം r⁻n സ്ഥാനത്ത് -2 ആണ്. അപ്പം -2 + 1 ഡിവൈഡ് ബൈ n+1 -2 + 1. ഇതിൻ്റെ ലിമിറ്റും കൊടുക്കണം, ഇൻഫിനിറ്റി ടു ആർ. ഇത് അപ്പർ ലിമിറ്റാണ്, ഇൻഫിനിറ്റി താഴെ കൊടുക്കുന്ന ലോവർ ലിമിറ്റാണ് കേട്ടോ. അപ്പം ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു -1/4πε0 ക്യൂ ഇൻറ്റു എന്ന് വേണമെങ്കിൽ r⁻, ഇത് വരും -1 വരും ഡിവൈഡ് ബൈ -1, ഇവിടെ ഇൻഫിനിറ്റി ടു ആർ നമ്മൾ കൊടുത്തു. അപ്പോൾ ഇവിടെ മൈനസ് ക്യാൻസൽ ആയിപ്പോൾ പിന്നെ വെച്ച് എന്ത് വരും, ദാറ്റ് ഈസ് 1/4πε0 ക്യൂ ഇൻറ്റു 1/r, ക്യൂ ഇൻറ്റു 1/r അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും. അപ്പർ ലിമിറ്റ് ആറാണ്, ലോവർ ലിമിറ്റ് ഇൻഫിനിറ്റി ആണ്. ഈ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത് നിങ്ങൾ മാത്സിൽ പഠിക്കുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓർത്തിരിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ഇൻറ്റു ഇത്, അതായത് അപ്പർ ലിമിറ്റ് ആറാണ്, ലോവർ ലിമിറ്റ് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ നമ്മളിവിടെയുള്ള ആ ടേമിന് അവിടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് 1/r സ്ഥാനത്ത് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ r തന്നെ മൈനസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ലിമിറ്റ് കൊടുക്കുമ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ അപ്പർ ലിമിറ്റ് കൊടുത്തു 1/r, ഇവിടെ ആറാണ്, ആറിൻ്റെ സ്ഥാനത്ത് r തന്നെ, മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/ ലോവർ ലിമിറ്റ് എത്രയാണ്, ഇൻഫിനിറ്റി ആണ്, 1/∞ കൊടുക്കും. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ഇൻറ്റു ഇവിടെ നോക്കുക 1/r, ഇതെന്താണ് അല്ലല്ലോ. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു 1/r എന്ന് വരും. ദെർഫോർ ഇങ്ങനെ വരും 1/4πε0 ക്യൂ ഡിവൈഡ് ബൈ r. എന്താണ് നമുക്കിവിടെ കിട്ടിയ ടോട്ടൽ വർക്ക് ഡൺ അല്ലേ? ടോട്ടൽ വർക്ക് ഡൺ W ഈസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ r. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ വർക്ക് ഡൺ എന്താണ്, അവിടുത്തെ പൊട്ടൻഷ്യലാണ്, ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ടൈമിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ V ഈസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ഡിവൈഡ് ബൈ r എന്ന് എഴുതാം. ദിസ് ഈസ് എ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഒരു പോയിന്റ് ചാർജ് മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇതാണ്. V ഈസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ r. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഫോർ V ഈസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ r. അപ്പോൾ ഇതാണ് ഇക്വേഷൻ. ഇത് ഓർത്തിരിക്കുക. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി പഠിച്ചില്ല, അതുപോലെ തന്നെയാണ് ഇവിടെ പൊട്ടൻഷ്യൽ, ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ് 1/4πε0 ക്യൂ ഡിവൈഡഡ് ബൈ r. ക്ലിയർ ആയല്ലോ? അപ്പം നമ്മളൊരു ചാർജ് കൺസിഡർ ചെയ്തു, ഒന്നുകൂടെ പറയാം. ചാർജ് കൺസിഡർ ചെയ്തു. ദെൻ അവിടുത്തെ ഒരു നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ എ ബി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചെറിയ പോയിന്റുകളാണ്. അതിൻ്റെ ഇടയിലുണ്ടാകുന്ന ഡിസ്റ്റൻസ് dr ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വർക്ക് ഡൺ അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിരിക്കുന്നത് E⁻dr എന്ന് എഴുതാം, -E⁻dr എന്ന് എഴുതാം. ദെൻ ഇനി നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു പോയിന്റ് പി എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദെൻ അവിടുത്തെ ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു. അപ്പം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയായിരുന്നു, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻ്റഗ്രേഷൻ ആണ് നമുക്ക് ഇച്ചിരി കൺഫ്യൂസിങ് ആക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇൻ്റഗ്രേഷൻ പഠിച്ചു കഴിയുമ്പോൾ ഇതൊന്നുമില്ല, ഇത്ര സ്റ്റെപ്പിനൊന്നും കാര്യമൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് 1-2 സ്റ്റെപ്പിൽ ആൻസർ കിട്ടും. ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട്, ഇതാണ് ഇൻ്റഗ്രേഷൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് കേട്ടോ. ഈ ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ഒന്ന് ഓർത്തിരുന്നാൽ മാത്രമേ ഇൻ്റഗ്രൽ x⁻n ഈസ് ഈക്വൽ ടു x⁻n+1 ഡിവൈഡ് ബൈ n+1. അത് കാണാൻ പഠിക്കണം. അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. എന്തായാലും നിങ്ങൾ കാണാൻ പഠിക്കണം, അത് മാത്സിൽ വേണ്ടത് തന്നെയാണ്. അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഉണ്ട്. എപ്പോഴും ചെയ്യുന്ന അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നാണ്. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടും. V ഈസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ഡിവൈഡ് ബൈ r². ഇൻ്റഗ്രേഷൻ്റെ കാര്യം അറിയാവുന്നതാണെങ്കിൽ ഇവിടുത്തെ സ്റ്റെപ്പുകളുടെ 2 സ്റ്റെപ്പുകളുടെ ആവശ്യമുള്ളൂ. ഈ ഒരു സ്റ്റെപ്പ് എഴുതാം, ദെൻ ഡയറക്റ്റായിട്ട് നമുക്കിത് എഴുതാം, ദെൻ ഡയറക്റ്റായിട്ട് നമുക്ക് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്യാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോണം. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒക്കെ പഠിച്ചില്ലായിരുന്നു, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് കണ്ടു, അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ബേസിലാണ് ഇനി അടുത്ത കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഫസ്റ്റ് ചാപ്റ്റർ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം സ്മൂത്തായിട്ട് അങ്ങ് പൊക്കോളും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ടില്ലാത്തവർ അത് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇത് പഠിക്കുക.
അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ കുറിച്ചാണ്. അപ്പോൾ അതിന് മുന്നേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു. എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അത് വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ മൂവ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് വിത്തൗട്ട് ആക്സിലറേഷൻ എഗെയിൻസ്റ്റ് ദ ഇലക്ട്രിക്കൽ ഫോഴ്സ്. അതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് without acceleration against electrical force. That is the electric potential. And equation കണ്ടു V is equal to W by Q എന്ന് പറഞ്ഞു. വർക്ക് പെർ യൂണിറ്റ് ചാർജ് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ V is equal to integral infinity to R മൈനസ് against the force അല്ല, അപ്പം മൈനസ് E ഇൻറ്റു DR നമ്മൾ കണ്ടു. അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, പ്രത്യേകം ഓർത്തോണം കേട്ടോ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. പിന്നെ നമ്മൾ കണ്ടു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. അതിൻ്റെ ഇക്വേഷൻ കണ്ടു 1/4πε0 Q ഡിവൈഡഡ് ബൈ R എന്ന് കണ്ടു. അപ്പം ഈ ഒരു ഇക്വേഷൻ നമുക്ക് പറയാൻ സാധിക്കും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വേരീസ് ഇൻവേഴ്സ്ലി ആസ് ഡിസ്റ്റൻസ് അല്ലേ. ഡിസ്റ്റൻസിനനുസരിച്ചിട്ട് ഇൻവേഴ്സ്ലി ആയിട്ട് അത് വേരി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് എന്ന് പറയാം. ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഇൻവേഴ്സ്ലി ആണെന്ന് പറയാം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. പിന്നെ അതുപോലെ നമ്മൾ കണ്ട റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അതാണ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഡി വി അല്ലെങ്കിൽ ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി ആർ എന്നാണ്. നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ദ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്നും പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത്. അപ്പം ഓർത്തോണം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് പഠിച്ചിരിക്കുക. ദെൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അടുത്ത സെക്ഷനൊക്കെ പോകുന്നത് കേട്ടോ. അപ്പം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് അതെങ്ങനെയാണ്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വേരീസ് ഇൻവേഴ്സ്ലി ആസ് ദ ഡിസ്റ്റൻസ് അനുസരിച്ചിട്ട് ഇൻവേഴ്സ്ലി ആയിട്ട് അത് വേരി ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ദെൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പം ആദ്യത്തെ ഒരു പാർട്ടാണ് ഞാൻ പറഞ്ഞല്ലോ. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ ക്ലിയർ ആയിരിക്കണം. അപ്പം നിങ്ങൾ പഠിച്ചു പോവുക. ചെറിയ കാര്യമാണെന്നെങ്കിലും നല്ലവണ്ണം പഠിച്ച് തന്നെ പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ചാപ്റ്റർ ക്ലിയർ ആയാൽ മാത്രമേ ഉള്ളൂ ഈ ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആകത്തുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്? ആദ്യത്തെ ചാപ്റ്റർ ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ്. അപ്പം ആദ്യത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിലേക്കൊന്ന് പോയി നോക്കുക കേട്ടോ. വീഡിയോസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്, കാണുക. എല്ലാവരും നല്ലോണം പഠിക്കുക. എഴുതി തന്നെ പഠിക്കണം. വായിച്ച് പഠിക്കാൻ ഒരിക്കലും ശ്രമിക്കല്, എഴുതി തന്നെ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മാക്സിമം നിങ്ങൾക്ക് ഉപകാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി പാട്ടുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്